Hello dear students, welcome to the channel Eduscore. So ഇന്ന് നമ്മൾ 8th standard historyൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും 1 mark ക്വസ്റ്റ്യൻസും പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസും ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് us start with this chapter, how, when and where. ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ 3 parts അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ വീഡിയോസിൽ തന്നിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ ആൻഡ് ദെൻ കം ടു ദിസ് വീഡിയോ. എന്താ വെച്ചാൽ യു വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ ഹൗ വെൻ ആൻഡ് വെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വി ആർ മെയിൻലി ഡീലിംഗ് വിത്ത് ബ്രിട്ടീഷ് ടൈം. ഓക്കെ, സോ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണോ ഡേറ്റ്സിനെ പറ്റി അറിയുന്നത്, ഓരോ ഡേറ്റ്സും എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതൊക്കെ നമുക്ക് എങ്ങനെയാണോ അറിയുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഹിസ്റ്ററി എന്താണോ, ഹിസ്റ്ററി ഈസ് അബൌട്ട് ഡേറ്റ്സ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് മെനി അതർ തിങ്സ്. വെറും ഡേറ്റ്സ് ആണു ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല. യെസ്, ഡേറ്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ്റ്ററി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡേറ്റ്സ്. സോ ഇവിടെ ഈ ഫസ്റ്റ് ഇമേജ് ഇല്ലേ, സോ ഈ ഫസ്റ്റ് ഇമേജ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇതൊരു വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇൻ വിച്ച് ദി ബ്രിട്ടീഷേഴ്സ് ഹാവ് പോർട്രേഡ് ദാറ്റ് ബ്രിട്ടീഷ് ആൾക്കാർ പണ്ടത്തെ ബ്രാഹ്മിൻസിനെ ഹെൽപ്പ് ചെയ്തു, അവരെ ഗൈഡ് ചെയ്തു, അവരെ എങ്ങനെയാണോ നല്ല വഴിയിൽ പോകേണ്ട അങ്ങനെ ഗൈഡ് ചെയ്തു. സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രാഹ്മിൻസും അവരെ അക്സെപ്റ്റ് ചെയ്തു. സോ അവരെ ശസ്ത്ര ബ്രിട്ടാനിയ എന്ന് പറഞ്ഞാൽ, ബ്രിട്ടാനിയ പറഞ്ഞാൽ നമ്മളെ ഭാരത് മാത അല്ലേ, അതേപോലെ ബ്രിട്ടീഷ് ആൾക്കാരെ ഒരു മദർ ഫിഗറാണ് ബ്രിട്ടാനിയ. ഓക്കെ, സോ അവർക്ക് കൊടുക്കുന്ന പോലത്തെ, അവർക്ക് ശസ്ത്രങ്ങൾ ബ്രാഹ്മിൻസ് കൊടുക്കുന്ന പോലത്തെ ഒരു ഇമേജാണോ ഇത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് പോർട്രേയിങ്, ദാറ്റ് ദി ബ്രിട്ടീഷ് വാണ്ട് ടു പോർട്രേ ദാറ്റ് ദി ഇന്ത്യൻസ് ദേ ഹാവ് ആക്സെപ്റ്റഡ് ബ്രിട്ടീഷ് പവർ. സോ ദ നെക്സ്റ്റ് തിങ് ഈസ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ തിങ് വിച്ച് ഹാസ് ഹാപ്പൻഡ് അതെങ്ങനെയാണോ, ലൈക്ക് യു വോണ്ട് ബി ഏബിൾ ടു നോ ദാറ്റ് ദിസ് ഈസ് ദ പെർട്ടിക്കുലർ ഡേറ്റ് ഓൺ വിച്ച് this entire process or ritual or a way of life started happening. So അങ്ങനത്തെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടാവുമ്പം the changes will be happening incrementally, slowly ആണ് ചേഞ്ച് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് വിച്ച് ഈസ് അബൌട്ട് ടീ. നമ്മൾ ഇന്ത്യയിൽ പണ്ട് കാലത്ത് ടീ ഒന്നും അങ്ങനെ റെഗുലറായിട്ട് കുടിക്കുന്ന ഒരു സംഭവമല്ലായിരുന്നു. ഓക്കെ, സോ ആൾക്കാർ മെല്ലെ മെല്ലെ ടീനെ അഡോപ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ 2 ഡയഗ്രാം ഇല്ലേ, അതിൽ നിങ്ങൾക്ക് കാണാം ദാറ്റ് ഇറ്റ് ഈസ് എൻ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ലിപ്ടൺ ടീ. സോ അത് ദേ ഷോഡ് ദാറ്റ് ദി എലൈറ്റ് പീപ്പിൾ, ദി ഹയർ ക്ലാസ് പീപ്പിൾ, ദേ വർ ഡ്രിങ്കിങ് ടീ. സോ ആൾക്കാർ എന്ത് ചെയ്തു, ആ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങി ദാറ്റ് ദി ടീ, ദ ഡ്രിങ്ക് ടീ ഇസ് എ സിംബോൾ ഓഫ് എലൈറ്റ്നെസ്, ഇറ്റ്സ് എ സിംബോൾ ഓഫ് ഹെറിറ്റേജ്. ഒരു വളരെ ഹൈ ലെവൽ, ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണോ എന്ന് ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങി. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് ടീ. ഗ്രാജ്വലി എവ്രിബഡി സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് ടീ ആൻഡ് ദാറ്റ് നൗ ഇൻ അവർ ഹൗസ് ഹോൾഡ് അതൊരു സാധാരണ ഒരു ഡ്രിങ്ക് ആണ് അല്ലേ. സോ അങ്ങനെയാണ് ചേഞ്ചസ് നടക്കുന്നത്. നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു സ്പാൻ ഓഫ് ടൈമിലാണ് ഇങ്ങനത്തെ ചേഞ്ചസ് നടക്കുന്നത്. ബട്ട് വൈ ഡു വി അസോസിയേറ്റ് ഹിസ്റ്ററി വിത്ത് ഡേറ്റ്സ്? യെസ്, കറക്റ്റ്, സം വാർസ് അല്ലെങ്കിൽ എനി ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്, പെർട്ടിക്കുലർ ഈവൻറ്റ്, അതൊരു പെർട്ടിക്കുലർ ഡേ ആയിരിക്കും ഹാപ്പൻ ചെയ്തത്, അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ഹാപ്പൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഇയർ. ദാറ്റ് ഈസ് കറക്റ്റ്, ദാറ്റ്സ് വൈ വി നീഡ് ദ ഡേറ്റ്സ്. ബട്ട് ഇങ്ങനത്തെ വേറെയും ചേഞ്ചസ്, സോഷ്യോ എക്കണോമിക് ചേഞ്ച്, കൾച്ചറൽ ചേഞ്ച്, ഇതൊക്കെ വി കാൺട്ട് സേ ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഇറ്റ് കെപ്റ്റ് ഓൺ ഹാപ്പനിങ് വെരി സ്ലോലി, വെരി ഗ്രാജ്വലി. സോ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ടും കൂടി വൈ ആർ വി കൺസിഡറിങ് ഡേറ്റ്സ്? സോ ഈ ഗവർണർ ജനറൽസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ലാസ്റ്റ് പാരഗ്രാഫിലൂടെ നോക്കിയാൽ അറിയാം ദാറ്റ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആയിരുന്നു ഹിസ്റ്ററി എഴുതിയത് ഡ്യൂറിങ് ദറ്റ് ടൈം. ഓഫ് കോഴ്സ് അവരാണ് റൂൾ ചെയ്യുന്നത്, സോ ദേ ആർ ദ വൺസ് ഹു ആർ റൈറ്റിംഗ് ഹിസ്റ്ററി. സോ അവർ എഴുതിയ രീതിയിലുള്ള ഹിസ്റ്ററി, ഇറ്റ് ഹാഡ് ഓൺലി അബൌട്ട് ദ ലൈഫ് ഓഫ് ഗവർണർ ജനറൽസ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ആണോ, സെക്കൻഡ് ആരാണോ, തേർഡ് ആരാണോ, ലാസ്റ്റ് ആരാണോ, അങ്ങനെ. ആൻഡ് ദ അച്ചീവ്മെൻറ്റ്സ് ദറ്റ് ദീസ് ഗവർണർ ജനറൽസ് ഹാവ് ഡൺ, ഓൾ ദ വർക്ക് ദീസ് ഗവർണർ ജനറൽസ് ഹാവ് ഡൺ. സോ അതൊക്കെ ആയിരുന്നു അവർക്ക് ഇമ്പോർട്ടൻറ്റ്. ദേ കൺസിഡേർഡ് ഓൺലി ദീസ് പോയിൻറ്റ്സ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. പക്ഷേ
if we read that history which the British have written, then we'll understand that it is only linked with the British. It doesn't have what the normal people of India were going through. There is no noting of those things. So, British India, British Alkar history, if you look at it, you'll only be able to see the higher class levels or the way in which they wanted the history to be written. So, history ആ സമയത്തുള്ള രീതിയിലുള്ള ആ സമയത്തുള്ള ബ്രിട്ടീഷ് ആൾക്കാരാണ് എഴുതിയത്. സോ ഫ്രം ദെയർ പോയിന്റ് ഓഫ് വ്യൂ ദേ ഹാവ് റിട്ടൺ. ബട്ട് വി ഓൾസോ നീഡ് the history of the normal people of life, how farmers lived, how money lenders lived, how peasants lived, how the forest dwellers lived. We need to know all this. So what do we do? Appam you will understand about this in how do we periodize. For example, ഞാൻ പറഞ്ഞല്ലോ ടൈം ഒരു 17th century കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയൻറ്റിഫിക് ഡിസ്കവറീസ് ഇതൊക്കെ 1500s മുതൽ തുടങ്ങിയതാണ്. സോ സയൻറ്റിഫിക് പീരീഡ് ഒരു 1500s മുതൽ തുടങ്ങി. ആൻഡ് ദിസ് 17th century മുതൽ 17th 18th century മുതലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയത്. ഓക്കെ, സോ വി ക്യാൻ പീരിയഡൈസ് that this is the modern era, this is the ancient era, this is the medieval period. But with respect to what? That is very important. If you look into that video which I have already put up, നിങ്ങൾക്ക് അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇസ് ഈ മില്ലില്ലേ, ഈ മിൽ, ജെയിംസ് മിൽ, ഇയാളെ പറ്റിയുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഡു വി പീരിയഡൈസ്? In 1817, James Mill, a Scottish economist and political philosopher, published a massive 3-volume book, A History of British India. അതിൽ അയാൾ എന്താ ചെയ്തത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ അയാൾ എന്താ ചെയ്തത്? അയാൾ ഇന്ത്യൻ ഹിസ്റ്ററീനെ 3 പീരീഡായിട്ട് ഡിവൈഡ് ചെയ്തു, വിച്ച് ഇസ് ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. സോ ഹിന്ദു പീരീഡിൽ ഹിന്ദു രാജാക്കന്മാരായിരുന്നു മെയിനായിട്ട് റൂൾ ചെയ്തത്. മുസ്ലിം പീരീഡിൽ സുൽത്താൻസും മുസ്ലിം രാജാക്കന്മാരായിരുന്നു, മുഗൾസ്. ഓക്കെ, അവരായിരുന്നു മെയിൻലി റൂൾ ചെയ്തത്. പിന്നെ ബ്രിട്ടീഷ് പീരീഡ് വന്നു, അപ്പം ബ്രിട്ടീഷ് ആൾക്കാരാണ് റൂൾ ചെയ്തത്. അതിനുശേഷം ഇപ്പം നമ്മൾ എന്ത് പീരീഡിലാണ്? നമ്മൾ സ്വന്തം ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള പീരീഡാണ്. ദിസ് പീരിയഡൈസേഷൻ കെയിം ടു ബി വൈഡ്ലി അക്സെപ്റ്റഡ്. പക്ഷേ that is not a accurate way of representing history, because Hindu രാജാക്കന്മാർ ഉണ്ടായിരുന്നെങ്കിലും we also had other religions in our country. There was Buddhism, Jainism and several other Christianity also, and there was several other religions which were very prominent. മുസ്ലിം കൾച്ചറും നമ്മുടെ കൺട്രിയിൽ എത്തിയിരുന്നു. സോ നെക്സ്റ്റ് ഇസ് മുസ്ലിം പീരീഡ്. ആ സമയത്തും we had, even though ഡൽഹിയിലെ രാജാവ് or the main ruler of that time was Muslim, but there were Rajputs, there were the South Indian kings, there were northeastern chieftains like tribes. So all these were also thriving in India, but it is considered as only Muslim period according to history of India. So ഈ periodization വളരെ ഫേമസ് ആയിരുന്നു ആ സമയത്ത്. ഓക്കെ, ബട്ട് later on വേറെ ഹിസ്റ്റോറിയൻസ് അവരെന്താ ചെയ്തത്? they considered a new periodization technique which is not Hindu, Muslim and British, which is ancient, medieval and modern. ഇവിടെ ഏറ്റവും താഴത്തെ പാരഗ്രാഫിൽ you will be able to see. so ancient, medieval, modern എന്നും ആൾക്കാർ ഡിവൈഡ് ചെയ്തിരുന്നു. പക്ഷെ അതിന് വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താ പ്രോബ്ലം? The problem is that this periodization idea we had borrowed from the Western culture. And our culture, modernity ennu parnal, what is the definition? What is the definition of modern period? The definition of modern period is that science, reason, democracy, liberty, equality ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉള്ള ഒരു സമയത്തിനാണ് നമ്മൾ മോഡേൺ പീരിയഡ് എന്ന് വെസ്റ്റേൺ രീതിയിൽ, if you are exactly explaining it, this is how it is. But ഈ സമയം ബ്രിട്ടീഷിൻ്റെ സമയത്ത് if you look, the Indians here did not have equality, freedom, liberty, ഇതൊന്നും ഇല്ലായിരുന്നു. we were under them. ഈ ഇക്വാലിറ്റി, ഡെമോക്രസി, ലിബർട്ടി ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ നോക്കിയിട്ടാണ്, constitution form ആയതിനു ശേഷമാണ് we got all these things. So according to the literal definition of
modern period, it is only after 1947. So that is also another important thing. So colonial പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ഡെഫിനിഷൻ വിൽ കം. ഓക്കെ, സോ കൊളോണിയൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കൺട്രി വേറെ ഒരു കൺട്രീൻ്റെ എക്കോണമി അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ മേലെ കൺട്രോൾ വെക്കുന്നു. ലൈക്ക് അവരെ റവന്യൂ എടുക്കുന്നു, അവരുടെ അടുത്ത് നിന്ന് ടാക്സ് എടുക്കുന്നു, പിന്നെ അവരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു ഫോർ എ ലോവർ റേറ്റ്, പിന്നെ അവരെ ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് ഇസ് ഓൺലി റിക്വയർഡ് ബൈ ദ കൊളോണിയൽ കൺട്രി. സോ ഫോർ എക്സാമ്പിൾ ഈ ബ്രിട്ടീഷിന് ജൂട്ട് വേണ്ടിയിരുന്നു, ഇൻഡിഗോ വേണ്ടിയിരുന്നു, കോട്ടൺ വേണ്ടിയിരുന്നു. സോ അവർ അതിനെ മാത്രം എൻകറേജ് ചെയ്തു. ഇവിടെ ലോക്കലായിട്ട് ഗ്രോ ചെയ്തിരുന്ന ക്രോപ്സിനെ ഡിസ്കറേജ് ചെയ്തിട്ട് ഇങ്ങനത്തെ കമേഴ്ഷ്യൽ ക്രോപ്സിനെ എൻകറേജ് ചെയ്തു. അങ്ങനത്തെ ഒരു രീതിയിലുള്ള അതും കൊളോണിയലിസത്തിൻ്റെ പാർട്ടാണ്. സോ ഓൾ ദീസ് കെയിം അബൌട്ട് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. പിന്നെ നമ്മൾ വേറൊരു കാര്യം, പാസ്റ്റ് എന്ന് മാത്രം പറയാണ്ട് പാസ്റ്റ് എന്താ പറയാൻ കാരണം, ദ റീസൺ ഈസ് കുറേ രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഈവൻ നൗ in our country we have different types of people who have different kind of thinking, who follow different religions, who follow different cultures, and they have different outlook towards life, and they have a different economic condition also. So we have to respect all of them. Okay, just because avare thoughtum ningala thoughtum match avunilla doesn't mean that he is a lower person, he or she is a lower person and you are a higher person. It's not like that. Everybody have equal rights in our country. Okay, so each of these people who we are talking about, their past is different. Let's just consider certain groups. For example, farmers, peasants, money lenders. Let's consider these three different kind of groups. So ഈ പെസൻസ് ആൾക്കാരാരാ, അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഇല്ല, അവർ കുറച്ച് എക്കണോമിക്കലി ബാക്ക്വേർഡാണ്. ഓക്കെ, അവർ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഈ ഫാമേഴ്സിൻ്റെ അല്ലെ മണി ലെൻഡേഴ്സിൻ്റെ ഫാംസിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ദ ലൈഫ് ദാറ്റ് ദേ ഹാഡ്, their forefathers, their ancestors, or their future generations till now, the life that they had is different from that of money lenders or farmers. So their past is different. Okay, so for that particular group, that past is different. At the same time, if farmers na nokkiyal, they have their land, but it's a small land, so they work on their own, or maybe one or two peasants come and work there. സോ അവർക്ക് കിട്ടുന്ന പൈസ അവർ വെക്കും, ആൻഡ് കുറച്ച് ക്രോപ്സിൻ്റെ yield, ദാറ്റ് ഈസ് റൈസ് ആണെങ്കിൽ കുറച്ച് റൈസ് ഈ പെസൻസിന് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ആയിരിക്കും ഇവരുടെ ലൈഫ്. ബട്ട് മണി ലെൻഡേഴ്സോ, അവരുടെ അടുത്ത് കുറേ ലാൻഡ് ഉണ്ടാവും, അവർ പൈസ കൊടുക്കും ഫോർ ലോൺസ്, അങ്ങനെയൊക്കെ അവർക്ക് ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻകം, ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ഹാഡ് എ ലോട്ട് ഓഫ് പവർ and power over these farmers, peasants and all. So that is a different kind of lifestyle. So if you consider the past of these three different groups of people, you will be able to see that those three different groups of people have a different kind of lifestyle. So they had a different kind of past. So that's why we say our pasts rather than our past. Okay, so നമുക്ക് ഈ ലാസ്റ്റ് 250 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? സോ ഈ ബ്രിട്ടീഷ് ആൾക്കാർ ഒരു നല്ല കാര്യം ചെയ്തു, ആ കാര്യം നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. വാട്ട് ദേ ഡിഡ് ഇസ്, അവർ എന്തൊക്കെ ചെയ്തോ, അവർ ഒഫീഷ്യലായിട്ട് ലൈക്ക് ഇൻ ഓഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസിൽ അവർ എന്തൊക്കെ ചെയ്തോ, ദേ ഡോക്യുമെൻറ്റഡ് ഇറ്റ്, ദേ മെയ്ഡ് ഇറ്റ് ഇൻ ടു ഫയൽസ്, ദേ മെയ്ഡ് ഇറ്റ് ഇൻ ടു ബുക്ക്ലെറ്റ്സ്, ദേ സ്റ്റോർഡ് ഇറ്റ്, ദേ കെപ്റ്റ് ഇറ്റ് വെരി സേഫ്ലി. ഫോർ എക്സാമ്പിൾ, അവരൊരു പുതിയ റൂൾ പാസ് ചെയ്തിട്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതി. പിന്നെ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വാട്ടർ ഒരു വെല്ലുണ്ടാക്കണം വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഐ എം ജസ്റ്റ് ടെല്ലിങ് എ വെരി സ്മോൾ എക്സാമ്പിൾ. ഒരു വില്ലേജിലൊരു വെല്ലുണ്ടാക്കേണ്ടിയിരുന്നു. സോ ദേ റോട്ട് അബൌട്ട് ഇറ്റ്, അതിന് എത്ര പൈസ ചിലവായി, ആർക്കാ പൈസ കൊടുത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചു. സോ ദിസ് വേ വി ഹാവ് എ വെരി ഗുഡ് ആർക്കൈവ് ഓഫ് വാട്ട് എവർ ഹാപ്പൻ ഡ്യൂറിങ് ദ ലാസ്റ്റ് 250 ഇയേഴ്സ്. പ്രീവിയസ്ലി ആൾക്കാർ ബിഫോർ ദ പ്രിൻറ്റിംഗ് വാസ് ഇൻ പ്ലേസ്, പ്രീവിയസ്ലി ആൾക്കാർ എഴുതായിരുന്നു. പിന്നെ പ്രിൻറ്റർ വന്നതിന് ശേഷം ദേ സ്റ്റാർട്ടഡ് പ്രിൻറ്റിങ് ഇറ്റ്. ഇതാ
ഇവിടെ the figure 4 if you see, the National Archives of India came up in 1920s. So ഇത് വളരെ, it was built very close to viceroyൻ്റെ ഇതിൽ പാലസിൻ്റെ അടുത്തായിരുന്നു. സോ ഇറ്റ് ഷോസ് ദാറ്റ് ഈ ആർക്കൈവ്സിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ദാറ്റ് ദേ ഹാവ് ബിൽറ്റ് ഇറ്റ് നിയർ ദി വൈസ്റീഗൽ പാലസ്. ഓക്കെ, സോ വേറൊരു കാര്യം ഇവർ ചെയ്തത് എന്താ, സർവേസ് ചെയ്യാൻ തുടങ്ങി. പറഞ്ഞാൽ നിങ്ങൾ വില്ലേജസിൽ സെൻസസ് ഇപ്പോൾ എടുക്കില്ലേ, അതേപോലെ തന്നെ ഇതും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അവിടെ നിന്നാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. സോ ലൈക്ക് രാജാക്കന്മാരും ചെയ്യായിരുന്നു, ബട്ട് ദിസ് ഇസ് എ ഈവൻ മോർ പ്രോപ്പർ ഡോക്യുമെൻറ്റഡ് ഒഫീഷ്യൽ വേയിൽ ഇവരാണ് തുടങ്ങിയത്. സെൻസസ് എടുക്കാനൊക്കെ ബ്രിട്ടീഷ് ആൾക്കാരാണ് തുടങ്ങിയത്. സോ അവരെന്താ ചെയ്തത്, അവർ ഓരോ വില്ലേജസിലും പോയിട്ട് അവിടെ ഏതാൾക്ക് എത്ര ലാൻഡ് ഉണ്ട്, ആ ലാൻഡിൽ ഏത് ക്രോപ്പാണോ, അവിടുത്തെ ഏത് ടൈപ്പ് ഓഫ് മണ്ണാണോ, അവരുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ആരൊക്കെയാണോ എഡ്യൂക്കേറ്റഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചു. അറ്റ് ദ സെയിം ടൈം അവർ കുറേ ടൈപ്സ് ഓഫ് സർവേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ബൊട്ടാനിക്കൽ സർവേസ്, സുവോളജിക്കൽ സർവേസ്, ആർക്കിയോളജിക്കൽ സർവേസ്, ആന്ത്രോപോളജിക്കൽ സർവേസ്, ഫോറസ്റ്റ് സർവേസ്, ഇങ്ങനെ പല ടൈപ്സ് ഓഫ് സർവേസ് അവർ ചെയ്തിട്ടുണ്ട്. സോ അവരിങ്ങനത്തെ സർവേസ് ഒക്കെ ചെയ്യുന്നത് എന്തിനായിരുന്നു, ഈ ഫിഗർ 5 അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ദേ ഡിഡ് ഈസ്, ഇവിടെ ഉണ്ടായ എക്സോട്ടിക് പറഞ്ഞാൽ അവർക്ക് എക്സോട്ടിക് പറഞ്ഞാൽ കാണാത്ത ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജിറ്റേഷൻ ഓർ എനിത്തിങ് വിച്ച് ഇസ് വെരി ഡിഫറെൻറ്റ് ഫോർ അസ്. നമ്മളിപ്പം വേറെ കൺട്രിയിൽ, സപ്പോസ് വി ഗോ ടു സൗത്ത് അമേരിക്ക, അവിടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടാവും വിച്ച് വി ഡോണ്ട് നോ അബൌട്ട്, വി ഹാവ് നെവർ ഹേർഡ് ഓഫ്. സോ ദാറ്റ് ഈസ് എ വെരി എക്സോട്ടിക് ഫ്രൂട്ട് ഫോർ അസ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ആൾക്കാർ അതിനെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ് അല്ലേ, എത്രയും ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട്. സോ ദാറ്റ് ഈസ് സോ ദർ വർ മെനി ഫ്രൂട്ട്സ് and vegetables and many plants which were very indigenous to India. സോ ഈ കസ്റ്റർഡ് ആപ്പിൾ ഇല്ലേ, നമ്മളെ സീതാഫൽ, അതും അങ്ങനത്തെ ഒരു ഫ്രൂട്ടായിരുന്നു. അവർക്ക് അറിയില്ലായിരുന്നു അതിനെപ്പറ്റി. ലേറ്റർ ദേ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അബൌട്ട് ഇറ്റ്, അങ്ങനെയൊക്കെ. സോ ദേ ഡിഡ് ദിസ് ബിക്കോസ് ദേ wanted to have some kind of a business. അവർ ചെയ്തത് അവർക്ക് വേണ്ടി, like they didn't do for the well-being of the farmers, they did it so that they have a good idea about it. Okay. സോ ഇവിടെ ഫിഗർ 6 നിങ്ങൾക്ക് കാണാം സർവേ നടക്കുന്നതാന്നു, അവർ ഒരു ഡയഗ്രാമാന്നു. പിന്നെ വേറെ ഒരു കാര്യം, ഈ റിബൽസിനെ പറ്റിയൊക്കെ ഈ ബ്രിട്ടീഷ് എന്താ ചെയ്തത്, അവർ പറഞ്ഞു റിബൽസ് എന്താ ചെയ്യുന്നത്, അവർ അടികൂടുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ അടികൂടിയിട്ട് എവിടുന്നെങ്കിലും ഷോപ്പിനൊക്കെ പൊട്ടിച്ച് കട്ടിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നു. റിബൽസിൻ്റെ ഐഡിയോളജി നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പിക്ചറായിരുന്നു അത്. ഓക്കെ, സോ that is all in this. ഇങ്ങനെ these are all the important points. ഇതിനെ നല്ലോണം വായിക്കുക. So let us get into the exercise questions. Okay, so let's imagine that you are a historian wanting to find out about how agriculture changed in a remote tribal area after independence. List the different ways in which you would find information on this. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താ വെച്ചാൽ, വി ഹാവ് ടു ഇമാജിൻ ഇൻഡിപെൻഡൻസ് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയതിന് ശേഷം ഒരു ട്രൈബൽ ഏരിയ ഉണ്ട്, അവിടുത്തെ അഗ്രികൾച്ചർ എങ്ങനെയൊക്കെയാണ് മാറിയത് എന്നൊക്കെ. സോ നമ്മൾ ഇപ്പോഴത്തെ റീസെൻറ്റ് ടൈമിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. സോ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് കിട്ടും, ഓരോരോ സെൻസസ് എടുത്തത് കിട്ടും, അല്ലെങ്കിൽ സർവേസ് എടുത്തതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. സോ ആ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡിനെയൊക്കെ തുറന്നു നോക്കും, ആ ഏരിയയിലുള്ള അഗ്രികൾച്ചറിനെ പറ്റി എന്തൊക്കെയാണോ എഴുതിയത് എന്ന് നോക്കും. പിന്നെ അതിനൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് അതിനെ എടുത്ത് നോക്കും, എന്നിട്ട് ആ ഇൻഫർമേഷനൊക്കെ പഠിക്കും. എന്നിട്ട് ഈ പുതിയ റെക്കോർഡിനെയും പഴയ റെക്കോർഡിനെയും കമ്പയർ ചെയ്യും, ദാറ്റ് വാട്ട് ആർ ദ ചേഞ്ചസ്. സോ ഇപ്പോഴത്തെ റെക്കോർഡും ആ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്തുള്ള റെക്കോർഡിനെയും നമ്മൾ കമ്പയർ ചെയ്യും. ആൻഡ് ദെൻ വി വിൽ കളക്ട് ദി ഇൻഫർമേഷൻ ഫ്രം ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് എക്സാമിൻ വാട്ട് ആർ ദ ചേഞ്ചസ്. So let's look into this true or false. ഇത് വളരെ ഈസിയാണ്, please try to do it yourself. So let's discuss. James Mill divided Indian history into 3 periods: Hindu, Muslim, Christian. Christian അല്ല, British. Okay, yes, that is true. British is a Christian period only. Official documents helped us understand what the people of country think. No, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, this is false, because
ഒഫീഷ്യൽ ഇൻഫർമേഷൻ, ഒഫീഷ്യൽ ഡോക്യുമെൻസിൽ ഓഫീസസിൽ എന്തൊക്കെയാണ് നടന്നത്, ഈ അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ബട്ട് സാധാരണ ആൾക്കാർ എന്താണെന്ന് ഗോ ത്രൂ ചെയ്തത് ദാറ്റ് വി കാൺ ഫൈൻഡ്. The British thought surveys were important for effective administration. Yes, they thought so because they wanted to get to know the place better so that അവർക്ക് എങ്ങനെയാണോ ടാക്സ് എടുക്കേണ്ടത് ആൻഡ് എങ്ങനെയാണോ ആ ക്രോപ്സിനെ ഗ്രോ ചെയ്യേണ്ടത്, അല്ലെ ഏത് ക്രോപ്സാണ് ഗ്രോ ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് സോയിലിൽ ഏത് ക്രോപ്സാണ് സൂട്ട് ആവുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇറ്റ് ഹെൽപ്ഡ്, എസ്പെഷ്യലി ഇൻ ബൊട്ടാനിക്കൽ സർവേസ്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. What is the problem with the periodization of Indian history that James Mill offers? So, we have already discussed this right now. I'll tell the answer, okay? Although Hinduism is the religion of most of the Indians, Muslims have been living in India much earlier than the beginning of the Islamic rule in India. So, ഈ മുഗൾസ് ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മളെടുത്ത് മുസ്ലിം റൂൾ ഉണ്ട്, മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. Even during the peak of the Mughal Empire, there were many territories which were ruled by Hindu kings, right? James Mill divided the history based on the religion of the rulers of the time. However, a variety of faiths existed simultaneously in these periods. So, ഒരേ സമയത്ത് വളരെയധികം റിലീജിയൻസ് നമ്മുടെ കൺട്രിയിലുണ്ട്. Unity in diversity, that's what our motto is, right? Mill, through his periodization, suggested that British rule could civilize India. സോ ആ മിൽ എന്താ വിചാരിച്ചാൽ, ജെയിംസ് മിൽ, അത് ബ്രിട്ടീഷ് റൂൾ വന്നാലും നമ്മൾ ഇന്ത്യൻ കൾച്ചറിനെ സിവിലൈസ് ചെയ്യാൻ പറ്റും. സോ ഹീ തോട്ട് ദാറ്റ് നമ്മൾ ഇന്ത്യൻസിന് നല്ലതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എല്ലാ ടെറിട്ടറീസും കോൺക്കർ ചെയ്യണം ആൻഡ് ഇന്ത്യനെ ഒരു നല്ല കൾച്ചേർഡ് കൺട്രി ആയിട്ട് കൊണ്ടുവരണം. സോ ദാറ്റ് ഇസ് ഹിസ് തിങ്കിങ്. ഓക്കെ, വൈ ഡിഡ് ദ ബ്രിട്ടീഷ് പ്രിസർവ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്? ഈ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്തിനാണ് അവർ പ്രിസർവ് ചെയ്തത്? എന്ത് ഓഫീസേഴ്സ് ആർക്കൈവ്സിൽ എന്തിനാണ് സ്റ്റോർ ചെയ്തത്? സോ ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഹിസ്റ്ററീൻ്റെ, ഈ സമയത്തുള്ള ഹിസ്റ്ററീൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ്. ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ serve as important source of history of this period. The British rulers believed that every instruction, plan, policy, decision, agreement, investigation should be clearly written up. So, എല്ലാം അവർ ഡോക്യുമെൻറ്റ് ചെയ്യണമെന്നായിരുന്നു അവരെ പ്ലാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബിക്കോസ് ഒരു നല്ലോണം പഠിക്കാനും അതിനെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യാനും ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. So that is why they preserved all the official records and created several archives for this purpose. They thought that it was necessary for proper study and debate about an issue. Okay, so let us look into the next question. How will the information historians get from old newspapers be different from that found in police reports? ഒരു പോലീസ് റിപ്പോർട്ടിൽ കിട്ടിയ ഇൻഫർമേഷനും പണ്ടത്തെ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനിലും എങ്ങനെയാണ് ഒരു ഡിഫറൻസ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. പോലീസിൻ്റെ റിപ്പോർട്ട്, ബിക്കോസ് പോലീസ് ഗവൺമെൻറ് അടിയിലാണോ, അവർ ചിലപ്പം പേടിച്ചിട്ട് ആ സമയത്തുള്ള റൂളറിന് എങ്ങനെയാണെന്നോ ഇഷ്ടം വെച്ചാൽ ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാവാം പേടിച്ചിട്ട്. പക്ഷെ ന്യൂസ് പേപ്പർ പൊതുവെ സത്യമാണെന്ന് പറയാം. അവരൊരു വേറൊരു കഥയായിരിക്കും പറയുക. റിപ്പോർട്ടേഴ്സൊക്കെ പോയിട്ട് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് വരും. ന്യൂസ് ചാനൽസ് അത് അവരെ ഡ്യൂട്ടിയാണ് ടു ബി ട്രൂത്ത്ഫുൾ. ഓക്കെ, so a newspaper may project a different story. Projection in newspaper depends on the leaning of the newspaper towards a particular powerful group in the contemporary period. But at the same time, newspaper nadava, for example, if it likes the ruling party, then it will write in regards to the ruling party. Adine ruling party ne ishtalengil adu opposite aayittu edam. So that is not the right way, but that can happen. So I will just dictate. A police report may give a version which was suited to the rulers of that time. A newspaper may project a different story. Projection in newspaper depends on the leaning of the newspaper towards a particular powerful group in the contemporary period. Okay, so next question. Can you think of examples of surveys in your world today? Think about how toy companies get information about what young people enjoy playing with, or how the government finds out about the number of young people in school. What can a historian derive from such surveys? ഈ സമയത്തും നമ്മൾ സർവേ ചെയ്യുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ
സെൻസസ് എടുക്കുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമ്മൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ആരൊക്കെ എത്ര എഡ്യൂക്കേറ്റഡ് ആണോ, വീടിൻ്റെ എക്കണോമിക് കണ്ടീഷൻ എന്താണോ, all that comes under census. അതല്ലാണ്ട് we also do botanical surveys, administrative surveys, market surveys. ആ ഏരിയയിലുള്ള ആൾക്കാരെ തിങ്കിങ് രീതി എന്താണോ, അവർക്ക് എന്തൊക്കെ ആവശ്യം, അതൊക്കെ അറിയേണ്ടിയിട്ട് we do all these surveys. The government finds out about the information of employees through the records and reports of various authorities also. So the government finds out about. So with that, we have completed this chapter. If you have any doubts, please let me know in the comments. I will answer this in the Sunday live. Okay? So bye. All the best.